നമസ്കാരം. അഘോര വിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദ്രമായ സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ ഇട്ട അതേപടി നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വിഷയം നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രൗഢിയോടെ നിൽക്കുന്ന ഗ്രഹമാണ് സൂര്യൻ. ഗ്രഹങ്ങളുടെ രാജാവിന്റെ സ്ഥാനത്തിരിക്കുന്ന ഗ്രഹം കൂടിയാണ് സൂര്യഭഗവാൻ ഈ മാസം, അതായത് ജൂൺ മാസം 15 കൂടിയിട്ട്, കൃത്യമായി പറഞ്ഞ 15 ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് മാറാൻ പോകുകയാണ്. ഇനി ഒരു മാസക്കാലം മിഥുനം രാശിയിൽ സൂര്യഭഗവാൻ നിൽക്കുന്നതായിരിക്കും. ജൂലൈ 15 കൂടിയിട്ട് മിഥുനം രാശിയിൽ നിന്നും മാറുന്നതാണ്. ഇപ്പൊ ഈ മാറ്റത്തോട് കൂടിയിട്ട്, അതായത് ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് മാറുന്നതോട് കൂടിയിട്ട് ചില രാശിക്കാര് ഒന്ന് ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതാണ് ഇന്നത്തെ വിഷയം. കാരണം ചില രാശിക്കാര് എന്ന് പറഞ്ഞാൽ സൂര്യൻ മാറുമ്പോൾ ചില രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ് സൂര്യന്റെ മാറ്റം. സൂര്യന്റെ മാറ്റം ഒരു വ്യക്തിയിൽ സൂര്യൻ ആ വ്യക്തിയുടെ പ്രസക്തിയെ സൂര്യൻ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ആത്മാഭിമാനത്തെ സൂര്യൻ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് ആ വ്യക്തിയുടെ അഹങ്കാരത്തെ സൂര്യൻ സൂചിപ്പിക്കുന്നു. അപ്പൊ സൂര്യൻ ഗ്രഹനിലയിൽ നല്ല രീതിയിലൊക്കെ നിൽക്കുന്നവർക്ക് നല്ല ഉയർന്ന ശമ്പള വർധനയോട് കൂടിയിട്ട് സർക്കാർ ജോലിയും മറ്റുള്ള ഉയർന്ന ജോലികളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ഗ്രഹമാണ് സൂര്യൻ. സൂര്യൻ 10ാം ഭാവത്തിൽ ബലവാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ ജാതകനെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ്. അത് നമ്മുടെ വിഷയമല്ല എന്നാൽ പോലും സൂര്യന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മൾ നോക്കാൻ പോകുന്നത് സൂര്യൻ ഈ വരുന്ന 15 തീയതി മാറുകയാണ് ഇടവൻ രാശിയിൽ നിന്നും മിഥുന രാശിയിലേക്ക്. ഈ മാറ്റത്തോട് കൂടിയിട്ട് ചില നക്ഷത്രക്കാർക്ക്, അതായത് മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. എല്ലാവരിലും അല്ല, അത് ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഗുണദോഷങ്ങൾ ഉണ്ടാവുക. ചിലർക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും, ചിലർക്ക് ദോഷങ്ങൾ ഉണ്ടായിരിക്കാം, ചിലർക്ക് ഗുണങ്ങളും ഉണ്ടായിരിക്കാം. അപ്പോ മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക കാല നക്ഷത്രക്കാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങാൻ മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാര് താൽക്കാലികമായ ബിസിനസ് ഒന്ന് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. കാരണം സൂര്യന്റെ മാറ്റം ഇവരെ സംബന്ധിച്ച് അത്ര അനുകൂലമല്ല എന്നുള്ളതാണ്. കാരണം ചില പേരുദോഷങ്ങളൊക്കെ കേൾക്കാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കണ്ണിന്, അതായത് നമ്മുടെ നേത്രങ്ങൾക്ക് ചില ചില്ലറ ബുദ്ധിമുട്ടുകൾ, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത കൂടുതലാണ്. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുഭവിക്കേണ്ടതായ സാധ്യത കൂടുതലുള്ള ഒരു സമയം കൂടിയാണ്. സൂര്യന്റെ മാറ്റം അത്ര നല്ല രീതിയിലാവില്ല ഈ രാശിക്കാരെ സംബന്ധിച്ച് എന്നുള്ളത് മനസ്സിലാക്കുക. ചില ചീത്തപ്പേരുകൾ കേൾക്കാൻ ഇടവരുന്ന ഒരു സമയം കൂടിയാണ് ഈ രാശിക്കാരിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ പോകുന്നവർ ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം ആ സംരംഭത്തിലേക്ക് ഇറങ്ങുക. കുടുംബജീവിതത്തിൽ അത്ര സുഖകരമായിരിക്കില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. എല്ലാവരിലും അല്ല, ചിലവരിൽ കുടുംബജീവിതത്തിൽ ചില്ലറ അശ്വാരസ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അത് പ്രത്യേകം നോക്കിക്കണ്ട് ജീവിച്ച് മുന്നോട്ട് പോവുക. സൂര്യന്റെ മാറ്റത്തോട് കൂടിയിട്ട് ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാര് ചില ദോഷങ്ങൾ ഉള്ളത് കൊണ്ട് ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും പഞ്ചാക്ഷരം 108 കുറയാതെ ജപിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമായി കാണുന്നു. ഈ ദോഷങ്ങൾ ഒഴിവായി ശുഭത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് ഇടവൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്.
കാർത്തിക മുക്കാല്, രോഹിണി, മകീര, മര നക്ഷത്രക്കാർക്ക് ഈ സൂര്യന്റെ മാറ്റത്തോട് കൂടിയിട്ട് അത്ര അനുകൂലമായ സമയമായിരിക്കില്ല ഈ ഒരു മാസക്കാലം എന്ന് ശ്രദ്ധിക്കുക. കാരണം ഇവര് എന്തെങ്കിലും തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ, സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത കൂടുതലാണ്. എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ ഇവർക്ക് പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട രീതിയിൽ വേണ്ടപ്പോൾ ചികിത്സ തേടുക, വൈദ്യസഹായം തേടുക. അത് മൂർച്ഛിക്കാതെ ഇരിക്കാൻ വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണ് സംബന്ധമായിട്ട്, നേത്രങ്ങൾ സംബന്ധമായിട്ട് ചില അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. വരുമ്പോൾ തന്നെ ഉടനെ ചികിത്സിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് രൂക്ഷമായി അനുഭവിക്കാൻ ഇടവരും. കാഴ്ചയാണ് നമ്മുടെ പ്രധാനം. ഒരു ജീവിതത്തിന്റെ പ്രധാനമാണ് കാഴ്ച. കണ്ണില്ലാത്തവനെ കണ്ണിന്റെ വില അറിയൂ എന്ന് പറയുന്ന മാതിരി നമ്മുടെ ഒരു അവയവവും പോയാലും നമ്മൾ സഹിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ കണ്ണ് പ്രത്യേകിച്ച്, കണ്ണില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ എന്ത് കാണാൻ പറ്റും? എല്ലാം ശൂന്യമായിരിക്കും. അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക. അത്തരം അസുഖങ്ങൾ പിടിപെടുമ്പോൾ പെട്ടെന്ന് അതിന് വൈദ്യസഹായം തേടി ചികിത്സിക്കേണ്ടതാണ്. വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും രൂക്ഷാവാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ചില പൊരുത്തക്കേടുകൾ വരാൻ സാധ്യത കൂടിയ സമയമാണ്. ദമ്പതികൾ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ സൗന്ദര്യ പ്രമുഖങ്ങൾ വലുതാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് പുതിയ വീടൊക്കെ വയ്ക്കുന്നവർ ഈ ഒരു സമയം കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം അത് വയ്ക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു 15 ദിവസങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രം ആ വീടിന് തുടക്കമിടുന്നത് നന്നായിരിക്കും. വാടക വീടൊക്കെ എടുത്ത് താമസം മാറാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ളവർ അതൊന്ന് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം, നല്ലൊരു മുഹൂർത്തം നോക്കിയതിന് ശേഷം മാത്രം താമസം മാറുക. അപ്പൊ ചില കൊടുക്കൽ വാങ്ങലുകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു രാശിക്കാർക്കും വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അത്തരം ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നന്നായിരിക്കും. പഞ്ചാക്ഷരം സ്ഥിരമായി ജപിക്കുന്നതും നന്നായിരിക്കും. ഏറ്റവും നല്ലതാണ് പഞ്ചാക്ഷരം ജപിക്കുന്നത്. അത്തരം പ്രശ്നങ്ങൾ ഒഴിവായി ശുഭത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് ധനുരാശിയാണ്. ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം, കാൽ നക്ഷത്രക്കാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ സൂര്യന്റെ മാറ്റത്തോട് കൂടിയിട്ട് ഈ രാശിക്കാർക്ക് ഒരു സമ്മിശ്ര ഫലമായിരിക്കും ഉണ്ടാവുക. വലിയ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യത കൂടുതലാണ്. ജോലിയിൽ ഇരിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മേലുദ്യോഗസ്ഥരുമായിട്ട് ഇടപഴകുക. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ ജോലിയെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഈ ഒരു മാസം, ഈ ഒരു സമയം നോക്കുന്നവർ അതൊന്ന് നല്ലൊരു മുഹൂർത്തം എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ നല്ലൊരു അസ്ട്രോളജറെ കണ്ട് ഒരു മുഹൂർത്തം കുറിച്ചതിന് ശേഷം മാത്രം ആ വാഹനങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. വാഹന ബിസിനസ് നടത്തുന്നവരും കൊടുക്കൽ വാങ്ങലുകളൊക്കെ വിള്ളലുകൾ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ വാസ്തു വിൽപ്പനക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ഒന്ന് ആലോചിച്ചതിന് ശേഷം നല്ലൊരു സാമ്പത്തികം ചെലവാക്കിയിട്ട് ചെയ്യുന്ന ഒരു പദ്ധതികളാണെങ്കിൽ അതിന് നമ്മൾ എപ്പോഴും നല്ലൊരു മുഹൂർത്തം കുറിച്ചതിന് ശേഷം അവരത് ചെയ്യേണ്ടതാണ്. അതാത് മതങ്ങളുടെ വിശ്വാസപ്രകാരം ചെയ്യേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് സോൾവ് ആവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പണം തിരികെ കിട്ടാതെ വരികയോ, അഡ്വാൻസ് കൊടുത്തത് തിരിച്ചു കിട്ടാതെ വരികയോ, നമുക്ക് വേണ്ട സമയത്ത് ആ രജിസ്ട്രേഷൻ നടക്കാതെ വരികയോ ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ധനുരാശിക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകം പറയാ, ഈ 3 രാശിക്കാര് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മേടം രാശിക്കാരും അതുപോലെ തന്നെ ഇടവൻ രാശിക്കാരും ധനുരാശിക്കാരും. മറ്റുള്ള രാശിക്കാർക്ക് വരാനും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട്. എങ്കിൽ പോലും ഈ 3 രാശിക്കാരെ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അല്ലാത്ത രാശിക്കാരും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ചില രാശിക്കാർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. എന്നാൽ ചില രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളും സൂര്യന്റെ മാറ്റത്തോടു കൂടി പ്രതീക്ഷിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുറന്നു വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പുതിയ അറിവുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.